കൊച്ചിയിലെ ഫ്ളാറ്റ് പീഡന കേസിലെ പ്രതി മാർട്ടിന്റെ ക്രൂരത വീണ്ടും. തൃശൂരിലെ അടാട്ടിന് സമീപം ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവതിയെ കുത്തിപ്പരുക്കേൽപ്പിച്ചു. ഗുരുതരമായി പരുക്കേറ്റ യുവതി ചികിത്സയിലാണ്. കൊച്ചിയിൽ ഫ്ളാറ്റിൽ യുവതിയെ പൂട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് മാർട്ടിൻ. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, പുതിയ സംഭവം എന്താണ്? വിശദാംശങ്ങൾ. അനുജ, ഇന്നാണ് തൃശൂർ പേരാമംഗലം അടാട്ട് ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്ന യുവതിയെ ഈ മാർട്ടിൻ ജോസഫ് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്. ഇവർ കുറച്ചു കാലങ്ങളായി ഒന്നിച്ച് കഴിഞ്ഞു വരികയായിരുന്നു. അതിനിടയിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അതിക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. യുവതിയുടെ പുറത്താണ് ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നത്. പിന്നീട് പോലീസ് വരുന്ന അറിഞ്ഞ് പ്രതി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പരിക്കേറ്റ യുവതി ഇപ്പോൾ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രൂരമായ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. യുവതി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു 4 വർഷം മുൻപ് മാർട്ടിൻ സമാനമായ ഒരു കുറ്റകൃത്യം നടത്തിയ ആളാണ്. ലോക്ക്ഡൌൺ കാലത്ത് 15 ദിവസമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ ഒരു യുവതിയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത്. ലോക്ക്ഡൌണിന് മുൻപ് ഇവർ ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു. അതിനുശേഷം ഈ ലോക്ക്ഡൌണിന് ശേഷം ഈ യുവതിയുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനുശേഷമൊക്കെയാണ് ആ യുവതിയെ ഫ്ളാറ്റിനകത്ത് വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നത്. 15 ദിവസത്തോളം ഇയാൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിൽ അന്ന് ആ യുവതിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കി. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട യുവതി ഈ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പക്ഷേ ആ പരാതിയൊന്നും ആദ്യഘട്ടത്തിൽ പോലീസ് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതൊക്കെ അന്ന് വലിയ വിവാദങ്ങളായിരുന്നു. പിന്നീട് മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തതോടുകൂടി മാർട്ടിൻ ജോസഫ് എന്ന പ്രതിക്ക് വേണ്ടി സംസ്ഥാനത്ത് ആകെ വലിയ തിരച്ചിലുമായി പോലീസ് ഇറങ്ങി. അന്ന് ഈ മുണ്ടൂരിന് സമീപത്തു നിന്നാണ് ഈ പ്രതിയെ അന്ന് പോലീസ് ഏറെ സാഹസികമായി പിടികൂടുന്നത്. മുണ്ടൂരിന് സമീപത്തെ 100 ഏക്കറിലധികം വരുന്ന വനത്തിനകത്ത്, വനവും കുറ്റിക്കാടും ഒക്കെ നിറഞ്ഞ മേഖലയാണ്. ആ പ്രദേശത്തായിരുന്നു അന്ന് പ്രതി ഒളിച്ചിരുന്നത്. ഡ്രോൺ പരിശോധന അടക്കം നടത്തിക്കൊണ്ട് അന്ന് വൈകുന്നേരത്തോടുകൂടി, അതായത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ മുണ്ടൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് നടത്തിയ തെരച്ചിലിനൊടുവിലായിരുന്നു ഈ മാർട്ടിൻ ജോസഫിനെ അന്ന് പിടികൂടാൻ സാധിച്ചത്. ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് മാർട്ടിൻ ഇപ്പോൾ ഈ അടാട്ട് ഈ യുവതിയുമായി താമസിച്ചു വന്നിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം താമസിച്ചിരുന്ന യുവതിയാണ്. അവർ ഇവിടെ വാടകയ്ക്ക് ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിക്രൂരമായ ആക്രമണത്തിനാണ് ഇപ്പോൾ യുവതി ഇരയായിരിക്കുന്നത്. യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയായ മാർട്ടിൻ ജോസഫ് പഴയതുപോലെ തന്നെ ഈ കൃത്യത്തിന് ശേഷം രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അനുജ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.